ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കഴിഞ്ഞ ദിവസം ഞാൻ സൊല്യൂഷൻസ് എന്ന ചാപ്റ്ററിന്റെ ജനറൽ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു തന്ന കാര്യങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞോ? കഴിഞ്ഞ ദിവസത്തെ ക്ലാസിന്റെ തുടർച്ചയായാണ് ഞാൻ ഇന്ന് ക്ലാസ് എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് എന്റെ മുൻപത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും കാണുക. അത് മാത്രമല്ല, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ നമ്മൾക്ക് ഇന്ന് ടോപ്പിക്കിലേക്ക് പോകാം. കഴിഞ്ഞ ദിവസം പറഞ്ഞു നിർത്തിയത് ദ ഡിഫറെന്റ് വേസ് ഫോർ എക്സ്പ്രസിംഗ് ദ കോൺസെൻട്രേഷൻ ഓഫ് ബൈനറി സൊല്യൂഷൻസ്. 7 മെത്തേഡ്സ് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഓർമ്മയുണ്ടാ? ഞാൻ ഒന്നുകൂടി പറയാം, എന്നിട്ട് ഞാനത് സ്റ്റാർട്ട് ചെയ്യാം. മാസ് പെർസെന്റേജ്, വോളിയം പെർസെന്റേജ്, മാസ് ബൈ വോളിയം പെർസെന്റേജ്, പാർട്സ് പെർ മില്യൺ, മോൾ ഫ്രാക്ഷൻ, മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി. അങ്ങനെ 7 എണ്ണത്തിനെ കുറിച്ചാണ് ഞാൻ കഴിഞ്ഞ ദിവസം ജസ്റ്റ് ഒന്ന് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് ഇതിനെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഒരു ബൈനറി സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എപ്പോഴും നമ്മൾ പറയുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി എമൗണ്ട് ഓഫ് ദ സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ ദാറ്റ് സൊല്യൂഷൻ ഓർ ഇൻ ദാറ്റ് സോൾവെന്റ്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് മാസ് പെർസെന്റേജ് ആണ്. Mass percentage is equal to mass of the component divided by total mass of the solution into 100, because we are going to calculate the percentage. Percentage calculation you have to multiply it with 100. അപ്പൊ നമുക്ക് ഇതൊരു ശരിക്കും പറഞ്ഞത് ഒരു റേഷ്യോ ആണ് അല്ലെ? The ratio of the mass of the component to the total mass of the solution, and this ratio is called mass fraction. Mass fraction means the ratio of mass of one component to the total mass of the components in the solution. ഇവിടെ കമ്പോണൻസ് എന്ന് പറയുന്നത് നമ്മളൊരു സൊല്യൂഷനിൽ ആഡ് ചെയ്യുന്ന സൊല്യൂട്ട് ആൻഡ് സോൾവെന്റ്. അപ്പൊ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും ഒക്കെ എന്ത് കണ്ടുപിടിക്കാം? മാസ് പെർസെന്റേജ് കണ്ടുപിടിക്കാം. ഇപ്പൊ മാസ് പെർസെന്റേജ് ഓഫ് സൊല്യൂട്ട് ആണ് കാണുന്നതെങ്കിൽ നമുക്ക് അതിനുള്ള ഒരു ഫോർമുലയാണ് WB divided by WB plus WA, and this is the ratio, okay, into 100. And what is WB? It is the mass of the solute, and WA is the mass of the solvent. അപ്പൊ WB plus WA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we get the total mass of the solution. ഓക്കെ, ഇനി ഞാനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 20% ഓഫ് ഷുഗർ സൊല്യൂഷൻ. എന്താണ് 20% ഷുഗർ സൊല്യൂഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അതിന്റെ അർത്ഥം 20 gram ഓഫ് ഷുഗർ ഇസ് ഡിസോൾവ്ഡ് ഇൻ 100 gram ഓഫ് സൊല്യൂഷൻ എന്നാണ്. 20 gram ഷുഗർ, ദാറ്റ് ഇസ് ദ സൊല്യൂട്ട്, ദാറ്റ് ഇസ് ഗെറ്റ് ഡിസോൾവ്ഡ് ഇൻ 100 gram ഓഫ് ദി സൊല്യൂഷൻ. അപ്പൊ സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ അതിൽ സൊല്യൂട്ടും ഉണ്ട്, സോൾവെന്റും ഉണ്ട് അല്ലെ? അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? ഇവിടെ നമുക്ക് 20 ഡിവൈഡഡ് ബൈ 20 പ്ലസ് 80. അപ്പൊ ടോട്ടൽ എന്ത് വന്നു? 100 വന്നു. ഓക്കെ, അപ്പൊ 20 ബൈ 20 പ്ലസ് 80. അപ്പൊ നമുക്ക് എങ്ങനെയും പറയാം 20 gram ഓഫ് ഷുഗർ ഡിസോൾവ്ഡ് ഇൻ 80 gram വാട്ടർ അല്ലെ? ബാക്കിയുള്ളത് ഈ ഒരു ഷുഗറിന്റെ വെയിറ്റ് ആണ്. കാര്യം മനസ്സിലായില്ലേ? അപ്പൊ മാസ് പെർസെന്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഇവിടെ എടുക്കുന്നത് ഫുൾ മാസ് ആണ് അല്ലെ? കമ്പോണന്റിന്റെ മാസും സൊല്യൂഷനിൽ അടങ്ങിയിട്ടുള്ള കമ്പോണന്റ്സിന്റെ മാസും ആണ്. അപ്പൊ രണ്ടും മാസ് ആയതുകൊണ്ടാണ് ഞാൻ ഇവിടെ W/W എന്ന് എഴുതിയിട്ടുള്ളത്. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കുക. സോ നെക്സ്റ്റ് ഈസ് വോളിയം പെർസെന്റേജ്. നമ്മൾ മാസ് പെർസെന്റേജ് കണ്ടുപിടിച്ച പോലെ തന്നെയാണ് വോളിയം പെർസെന്റേജ് കാണുക. ഇവിടെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് മാസിന് പകരം വോളിയം ആയിരിക്കും. അത് ശ്രദ്ധിക്കാം. വോളിയം പെർസെന്റേജ് ഇസ് ഈക്വൽ ടു വോളിയം ഓഫ് ദി കമ്പോണന്റ് ഡിവൈഡഡ് ബൈ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ ഇൻടു 100. നേരത്തെ പറഞ്ഞത് മാസ് ആയിരുന്നെങ്കിൽ ഇവിടെ വ്യത്യാസം എന്താ? മാസിന് പകരം വോളിയം ആണ്. വോളിയം പെർസെന്റേജ് ഓഫ് ദ സൊല്യൂട്ട് ഇസ് ഈക്വൽ ടു VB divided by VB plus VA into 100. VB എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഈസ് ദ വോളിയം ഓഫ് ദ സൊല്യൂട്ട്. VA എന്ന് പറയുന്നത് എന്താ? വോളിയം ഓഫ് സോൾവെന്റ്. അപ്പൊ ഇത് ടോട്ടൽ വോളിയം ആയി അല്ലെ? VB plus VA എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന ബൈനറി സൊല്യൂഷനിലുള്ള രണ്ട് കമ്പോണന്റുകളുടെ വോളിയം ആണ്. ഓക്കെ, ഇനി വോളിയം പെർസെന്റേജ് ഒരു ഡെഫിനിഷൻ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. എങ്ങനെയാണ്? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ്
പാർട്സ് ബൈ വോളിയം ഓഫ് സൊല്യൂട്ട് പെർ 100 പാർട്സ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ. അതായത് ഒരു സൊല്യൂഷന് 100 ഭാഗങ്ങളായിട്ട് തിരിച്ചാൽ അതില് എത്ര ഭാഗം സൊല്യൂട്ട് അതിൽ ഡിസോൾവ് ചെയ്തിട്ടുണ്ട്, അതിന്റെ വോളിയം എത്രയുണ്ട്, അതാണ് അതിന്റെ വോളിയം പെർസെന്റേജ്. എന്ന് വെച്ചാൽ എന്താ? ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് പാർട്സ് ബൈ വോളിയം ഓഫ് സൊല്യൂട്ട് ഇൻ 100 പാർട്സ് ബൈ വോളിയം ഓഫ് സൊല്യൂഷൻ. അതായത് 100 പാർട്ട് വോളിയം ഓഫ് സൊല്യൂഷൻ എടുത്താൽ അതിൽ എത്ര പാർട്ട് സൊല്യൂട്ടിന്റെ വോളിയം ഉണ്ട്, അതാണ് വോളിയം പെർസെന്റേജ്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 20% ഓഫ് മെത്തനോൾ, അങ്ങനെ കേട്ടിട്ടുണ്ടാവും അല്ലെ? മെത്തനോളിന്റെ 20% അല്ലെങ്കിൽ എത്തനോളിന്റെ 15% എന്നൊക്കെ കേൾക്കാം. ഇനി അതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത്? 20 ml ഓഫ് മെത്തനോൾ ഡിസോൾവ്ഡ് ഇൻ 100 ml ഓഫ് ദി സൊല്യൂഷൻ. അതായത് 100 ml സൊല്യൂഷനിൽ 20 ml മെത്തനോൾ ഡിസോൾവ് ചെയ്തിരിക്കുന്നു എന്നതാണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. 20 ml ഓഫ് മെത്തനോൾ ഇൻ 80 ml ഓഫ് വാട്ടർ, അങ്ങനെയും പറയാം അല്ലേ? കാരണം സൊല്യൂട്ട് പ്ലസ് സോൾവെന്റ് ആണ് സൊല്യൂഷൻ. അപ്പൊ സോൾവെന്റിന്റെ എമൗണ്ട് മാത്രമാണ് 80 ml. ബാക്കിയുള്ളത് കംപ്ലീറ്റ് നമ്മൾ ഇടുന്ന സൊല്യൂട്ടിന്റെ വോളിയം ആണെന്ന് ഓർക്കുക. അപ്പൊ ഇത് രണ്ടും കൂടി ചേർന്ന് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദി ടോട്ടൽ വോളിയം. അപ്പൊ വളരെ സിമ്പിൾ ആണ് വോളിയം പെർസെന്റേജ് കണ്ടുപിടിക്കാൻ. നമുക്ക് ഏത് കമ്പോണന്റിന്റെയും, എത്ര കമ്പോണന്റ് ഉണ്ടായിക്കോട്ടെ, ഏത് കമ്പോണന്റിന്റെയും വോളിയം നമുക്ക് ഇതിലൂടെ കണ്ടുപിടിക്കാം. നമുക്ക് പഠിക്കാനുള്ളത് ഒരു ബൈനറി സൊല്യൂഷൻ ആയതുകൊണ്ട് അവിടെ 2 കമ്പോണന്റുകളാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, അപ്പോ മാസ് പെർസെന്റേജിനെ കുറിച്ച് പഠിച്ചു, വോളിയം പെർസെന്റേജിനെ കുറിച്ചും പഠിച്ചു കഴിഞ്ഞു. ഇനി എന്താ പഠിക്കാനുള്ളത്? മാസ് ബൈ വോളിയം പെർസെന്റേജ്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ച 2 കാര്യങ്ങളും മനസ്സിലാക്കിയ കുട്ടിക്ക് ഇത് മനസ്സിലാക്കാനായിട്ട് യാതൊരു പ്രയാസവും ഇല്ല. എന്താണ് പറയുന്നത്? ഇറ്റ് ഈസ് ദി മാസ് ഓഫ് ദ സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 100 ml ഓഫ് ദി സൊല്യൂഷൻ. 100 ml സൊല്യൂഷൻ എടുത്താൽ അതിൽ എത്ര മാസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ട് എന്നതിനെ ബേസ് ചെയ്തിട്ട് പറയുന്നതാണ് മാസ് ബൈ വോളിയം പെർസെന്റേജ്. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? WB ഡിവൈഡഡ് ബൈ V ഇൻ ml ആണ്. ബിക്കോസ് ഇവിടെ പറയുന്നത് 100 ml ആണ് അല്ലെ? ഇൻറ്റു 100. അപ്പൊ നമുക്ക് അതിനൊരു ഇക്വേഷനും കിട്ടി. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയുള്ള ഒരു ഡെഫിനിഷൻ ഇവിടെയും കൊടുക്കാം. ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് പാർട്സ് ബൈ മാസ് ഓഫ് ദ സൊല്യൂട്ട് പെർ 100 പാർട്സ് ബൈ വോളിയം ഓഫ് ദി സൊല്യൂഷൻ. അതായത് 100 പാർട്ട് വോളിയം ആയിട്ട് ഒരു സൊല്യൂഷനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ എത്ര പാർട്സ് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ട് എന്നതിനെ കുറിച്ച് പറഞ്ഞു തരുന്നതാണ് മാസ് ബൈ വോളിയം പെർസെന്റേജ്. അപ്പോ മാസ് ബൈ വോളിയം പെർസെന്റേജിന്റെ ഡെഫിനിഷൻ എന്താ? ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് പാർട്സ് ബൈ മാസ് ഓഫ് ദ സൊല്യൂട്ട് പെർ 100 പാർട്സ് ബൈ വോളിയം ഓഫ് ദ സൊല്യൂഷൻ. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. 20% mass by volume of sodium chloride. It means 20 gram sodium chloride dissolved in 100 ml of the solution. എന്ന് വെച്ചാൽ എന്താ? ഞാനിത് മാറ്റട്ടെ കേട്ടോ. 100 ml സൊല്യൂഷൻ നമ്മൾ എടുത്താൽ ഇതിലെന്താ പറയുന്നത്? 20% സോഡിയം ക്ലോറൈഡ് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ 20 ഗ്രാം സോഡിയം ക്ലോറൈഡ് ഉണ്ട് അല്ലേ? 100 ml സൊല്യൂഷനിൽ ഇപ്പൊ ഉള്ളത് 20 ഗ്രാം സോഡിയം ക്ലോറൈഡ് ഉണ്ട്. ഇനി എത്രയുണ്ട് ഇതിൽ വെള്ളം? അതിലെ സോൾവെന്റ് എത്രയുണ്ടെന്ന് പറയാൻ പറ്റുമോ നിങ്ങക്ക്? 80 ഗ്രാം എന്ന് പറയോ? 80 ഗ്രാം അല്ല കേട്ടോ. എന്തുകൊണ്ട് 80 ഗ്രാം അല്ലാത്തത്? 20 ഗ്രാം പ്ലസ് 80 ഗ്രാം എന്ന് പറയുന്നത് 100 ഗ്രാം ആണ്. ഇവിടെ പറയുന്നത് 100 ml ആണ്. നമുക്ക് ഇവിടെ വാട്ടറിന്റെ വോളിയം കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യേണ്ടത്? ഫസ്റ്റ് യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ വോളിയം ഓഫ് ദ NaCl. അപ്പൊ വോളിയം ഓഫ് NaCl കണ്ടെത്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ ചെയ്യുക? നമുക്ക് ഡെൻസിറ്റി കണ്ടുപിടിക്കണം അല്ലെ? മാസ് ബൈ വോളിയം ഈസ് ഡെൻസിറ്റി. സോഡിയം ക്ലോറൈഡിന്റെ ഡെൻസിറ്റി തന്നാൽ മാസ് ബൈ വോളിയം ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ആണെന്ന് എല്ലാവർക്കും അറിയാലോ. അപ്പൊ മാസ് ബൈ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു വോളിയം എന്ന് പറയുന്നത് കിട്ടും. അപ്പോ ഈ 20 ഗ്രാമിന് ഈക്വലന്റ് ആയിട്ടുള്ള വോളിയം നമുക്ക് അപ്പോ കിട്ടും. ആ വോളിയം കിട്ടിയിട്ട് ഈ 100 ml നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സോൾവെന്റിന്റെ വോളിയം കിട്ടും. അപ്പോ ഒരു കാരണവശാലും 20 ഗ്രാം സോഡിയം ക്ലോറൈഡ് എന്ന് എഴുതിയിട്ട് ഉടൻ തന്നെ അതിലടങ്ങിയിട്ടുള്ള സോൾവെന്റിന്റെ വോളിയം 80 എന്ന് എഴുതി വെക്കരുത്. അത് തെറ്റാണ്.
ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ. യു ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ഡെൻസിറ്റി. യു നോ ദാറ്റ് മാസ് ബൈ വോളിയം ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി. സോഡിയം ക്ലോറൈഡിന്റെ ഡെൻസിറ്റി തന്നാൽ യു ക്യാൻ ഫൈൻഡ് ഔട്ട് ദ വോളിയം. അപ്പൊ നമുക്ക് 20 ഗ്രാമിന് ഇക്വലന്റ് ആയിട്ടുള്ള വോളിയം കിട്ടും. ആ കിട്ടിയിട്ടുള്ള വോളിയം 100 ml നിന്ന് നമ്മൾ സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ഈസിലി ഫൈൻഡ് ഔട്ട് ദ വോളിയം ഓഫ് ദി സോൾവെന്റ്. അങ്ങനെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പ്രോബ്ലം ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്ന മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ പോലും നിങ്ങൾ ശ്രദ്ധിക്കുക. അത് നമ്മൾക്ക് പിന്നീട് ആവശ്യം വരുന്നതായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. ദിസ് മാസ് ബൈ വോളിയം പെർസെന്റേജ് ഇസ് കോമൺലി യൂസ്ഡ് ഇൻ ഫാർമസി ആൻഡ് മെഡിസിൻസ്. അതായത് മരുന്നുകളൊക്കെ ഉണ്ടാക്കാനുള്ള സമയത്താണ് ഈ മാസ് ബൈ വോളിയം പെർസെന്റേജ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്, കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാൻ കേട്ടോ. അപ്പൊ ഞാനിവിടെ എഴുതിയത് കണ്ടോ, മാസ് ബൈ വോളിയം. അതായത് ഇവിടെ മാസും ഇവിടെ വോളിയം ആണ്. അതുകൊണ്ടാണ് ഇവിടെ M/V എന്ന് കൊടുത്തിട്ടുള്ളത്. ഇപ്പൊ വോളിയം പെർസെന്റേജ് വരുമ്പോ അത് V/V ആവും. നമ്മൾ മൊത്തം വോളിയത്തിനെ ബേസ് ചെയ്തിട്ടാ പറയാ. മാസ് പെർസെന്റേജ് എന്ന് പറയുമ്പോ മാസിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അതുകൊണ്ട് W/W എന്ന് എഴുതും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി അടുത്ത ഒരു മെത്തേഡ് എന്ന് പറയുന്നത് പാർട്സ് പെർ മില്യൺ ആണ്, PPM. നല്ലപോലെ കേട്ടിട്ടുണ്ട് അല്ലെ, പാർട്സ് പെർ മില്യൺ, അതുപോലെ പാർട്സ് പെർ ബില്യൺ, PPB എന്നൊക്കെ. അതായത് നമ്മള് എനിക്ക് തോന്നുന്നത് എൻവയോൺമെന്റൽ കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്റർ ഫസ്റ്റ് ഇയറിൽ പഠിക്കുന്ന സമയത്ത് ഒരുപാട് PPM, അതായത് വെള്ളത്തിനെ ബേസ് ചെയ്തിട്ട് വളരെ ട്രേസ് ക്വാണ്ടിറ്റീസ് ഓഫ് എമൗണ്ട് ഓഫ് പാർട്ടിക്കിൾസ് ആർ പ്രസന്റ് ഇൻ ദ അറ്റ്മോസ്ഫിയർ ആയിക്കോട്ടെ, അതല്ലെങ്കിൽ ഇൻ ദ വാട്ടർ ആയിക്കോട്ടെ, അപ്പോഴെല്ലാം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ടേമാണ് PPM അല്ലെങ്കിൽ PPB എന്നൊക്കെ പറയുന്നത് അല്ലെ. അപ്പോ എന്താണ് ഈ PPM? ഒരു സൊല്യൂഷനില് സൊല്യൂട്ട് വളരെ ട്രേസ് ക്വാണ്ടിറ്റീസ്, വളരെ നേരിയ തോതിൽ മാത്രമേ പ്രസന്റ് ആയിട്ടുള്ളൂ എങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വൺ ഓഫ് ദി വേ ഓഫ് എക്സ്പ്രസിംഗ് ദ കോൺസെൻട്രേഷൻ ഓഫ് ദാറ്റ് സൊല്യൂഷൻ ഇസ് പാർട്സ് പെർ മില്യൺ. അതായത് PPM എന്നാണ് നമ്മൾ പറയാ. PPM എന്നല്ലാതെ PPB എന്ന് കേട്ടിട്ടുണ്ടോ? പാർട്സ് പെർ ബില്യൺ. അതായത് അതിനേക്കാളും വളരെ ട്രേസ് ക്വാണ്ടിറ്റീസ് വരുമ്പോഴാണ്. പാർട്സ് പെർ മില്യൺ എങ്ങനെയാ കണ്ടുപിടിക്കുക? പാർട്സ് പെർ മില്യൺ ഈസ് ഈക്വൽ ടു WB ബൈ WB പ്ലസ് WA. നമ്മൾ മാസ് പെർസെന്റേജ് പഠിച്ചത് ഓർക്കുന്നുണ്ടോ? അവിടെ മാസ് ഫ്രാക്ഷനെ കുറിച്ച് പറഞ്ഞില്ലേ? ഇറ്റ് ഈസ് എ റേഷ്യോ ഓഫ് മാസ് ഓഫ് ദി വൺ കമ്പോണന്റ് ടു ദി ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ. അത് തന്നെയാണ് ഇവിടെയും പറയുന്നത്. ഇത് കണ്ടോ, ദിസ് ഇസ് ദ റേഷ്യോ. ആൻഡ് വെൻ ഇറ്റ് ഈസ് ഗെറ്റ് മൾട്ടിപ്ലൈഡ് വിത്ത് 10⁶, ദാറ്റ് ഈസ് എ മില്യൺ, then we will get parts per million. അപ്പോ ഈ ഒരു റേഷ്യോനെ 10⁶ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് പാർട്സ് പെർ മില്യണിൽ പറയാൻ, കോൺസെൻട്രേഷൻ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ പാർട്സ് പെർ മില്യൺ. ഇത് 10⁻² ആണെങ്കിൽ അത് മാസ് പെർസെന്റേജ് ആയി. ഓക്കെ, ആ വ്യത്യാസം ഒന്ന് മനസ്സിലാക്കുക. ഇനി ഈ 10⁻⁶ പകരം 10⁻⁹ ആണെങ്കിൽ ഇറ്റ് ബിക്കംസ് പാർട്സ് പെർ ബില്യൺ. ഓക്കെ, നമ്മൾ ഇതൊക്കെ എവിടെ യൂസ് ചെയ്യുന്നത്? ഇത് 10⁻⁶. ഇപ്പോ 1 ppm ഓഫ് ഫ്ലൂറൈഡ് അയോൺസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. നമ്മുടെ ടൂത്ത് പേസ്റ്റിലൊക്കെ അതിന്റെ ലേബിൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും ഫ്ലൂറൈഡിന്റെ കോൺസെൻട്രേഷൻ എന്നൊക്കെ. ഈ ഫ്ലൂറൈഡിന്റെ കോൺസെൻട്രേഷൻ ഈ 1 ppm ഒക്കെ വരെ നമുക്ക് നല്ലതാണ്, പല്ലിന് നല്ലതാണ്. എന്നാൽ 1.5 ppm ഫ്ലൂറൈഡ് അയോണിന്റെ കോൺസെൻട്രേഷൻ വന്നു കഴിഞ്ഞാൽ മോട്ടലിംഗ് ഓഫ് ടീത്ത് ടേക്സ് പ്ലേസ്. ദാറ്റ് മീൻസ് പല്ലുകൾ ദ്രവിക്കാനായിട്ട് തുടങ്ങും. അപ്പൊ അതിന്റെ കോൺസെൻട്രേഷൻ കൂടുന്തോറും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും ചുരുക്കം. ഇനി വെൻ ഇറ്റ് ബിക്കംസ് ഗ്രേറ്റർ ദാൻ 1.5 ppm, അതായത് ഫ്ലൂറൈഡ് അയോണിന്റെ കോൺസെൻട്രേഷൻ 1.5 ppm കൂടുതലാണെങ്കിൽ ഇറ്റ് ബിക്കംസ് പോയിസണസ്. ഞാനിത് പറഞ്ഞു തന്നത് ആ PPM എന്ന് പറയുന്നതിന്റെ ആ ഒരു കാര്യം, ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. വളരെ ട്രേസ് എമൗണ്ടിലായാൽ പോലും അതിന് അതിന്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അതുപോലെ നല്ല വശങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ എങ്ങനെയാണ് പാർട്സ് പെർ മില്യൺ കണ്ടുപിടിക്കാന്നുള്ളത് മനസ്സിലായില്ലേ? അപ്പൊ നമുക്കൊന്നുകൂടി നോക്കാം ഇതിന്റെ ഡെഫിനിഷൻ. ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് പാർട്സ് ഓഫ് മാസ് ഓഫ് സൊല്യൂട്ട് പെർ 10⁻⁶ parts by mass of the solution. അതായത് ടോട്ടൽ മാസ് ഓഫ് ദ സൊല്യൂഷൻ 10⁻⁶ ആണെങ്കിൽ അതിൽ എത്ര നമ്പർ ഓഫ് പാർട്സ് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ട്, ദാറ്റ് ഈസ് പാർട്സ് പെർ മില്യൺ. വെരി ക്ലിയർ? ഇനി അടുത്തത് ഞാൻ പറയാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡ് ആണ് കേട്ടോ. ഇത് മോൾ ഫ്രാക്ഷൻ എന്ന് പറയും. ആൻഡ് ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ കൈ.
നമ്മൾ എക്സ് എന്ന് തോന്നും, ചിലരൊക്കെ എക്സ് എന്ന് വായിക്കാറുണ്ട്, ശരിക്കും കൈ എന്നാണ് കേട്ടോ. ഓക്കെ, ഒരു സൊല്യൂഷനില് മോൾ ഫ്രാക്ഷൻ എങ്ങനെയാ കണ്ടുപിടിക്കുക നമുക്ക് നോക്കാം. മോൾ ഫ്രാക്ഷൻ കൈ ഇസ് ഈക്വൽ ടു number of moles of component divided by total number of moles of component. അപ്പൊ നമ്മൾ ഇവിടെ പറയുന്നത് നമ്പർ ഓഫ് മോൾസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇവിടെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നത്. മോൾ ഫ്രാക്ഷൻ കൈ ഇസ് ഈക്വൽ ടു നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണന്റ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് കമ്പോണന്റ്. ഇവിടെ കമ്പോണന്റ് എന്ന് പറയുന്നത് ഒരു ബൈനറി സൊല്യൂഷൻ ആവുമ്പോൾ രണ്ട് കമ്പോണന്റ്സ് ഉണ്ടാവും. അതായത് കമ്പോണന്റ് എയും ഉണ്ടാവും, കമ്പോണന്റ് ബിയും ഉണ്ടാവും അല്ലെ. സോൾവെന്റും ഉണ്ടാവും, സൊല്യൂട്ടും ഉണ്ടാവും. നമുക്ക് നോക്കാം എങ്ങനെയാണ് ഓരോ കമ്പോണന്റിന്റെയും മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുന്നതെന്ന്. മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണന്റ് എ, കൈ എ റെപ്രസെന്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കാം കേട്ടോ. കൈ എ ഇസ് ഈക്വൽ ടു NA ഡിവൈഡഡ് ബൈ NA പ്ലസ് NB. NA എന്ന് പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദിസ് കമ്പോണന്റ് എ. ഇനി സാധാരണ രീതിയിൽ നമ്മൾ കമ്പോണന്റ് എ ആയിട്ട് എടുക്കുന്നത് സോൾവെന്റ് ആണ്. എ കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് സോൾവെന്റ് ആണ് കേട്ടോ. ഇനി മോൾ ഫ്രാക്ഷൻ ഓഫ് കമ്പോണന്റ് ബി എന്ന് പറയുന്നത് കൈ ബി, ദാറ്റ് ഇസ് ഈക്വൽ ടു NB ബൈ NA പ്ലസ് NB. അപ്പൊ NA പ്ലസ് NB എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ്, സൊല്യൂട്ടിന്റെയും സോൾവെന്റിന്റെയും നമ്പർ ഓഫ് മോൾസ് കൂട്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഇനി എപ്പോഴും എത്ര കമ്പോണന്റ്സ് ഉണ്ടായാലും നമ്മൾ ആ കമ്പോണന്റുകളുടെ ഒക്കെ മോൾ ഫ്രാക്ഷന്റെ സം എന്ന് പറയുന്നത് 1 ആയിരിക്കും. നമുക്കിപ്പോ ബൈനറി സൊല്യൂഷൻ ആയതുകൊണ്ട് അവിടെ രണ്ട് മോൾ ഫ്രാക്ഷൻസ് കിട്ടുക, കൈ എ എന്ന് പറയുന്നതും കൈ ബി എന്ന് പറയുന്നതും. ഇതിന്റെ സം എപ്പോഴും 1 ആയിരിക്കും. അത് എപ്പോഴും ശ്രദ്ധിക്കുക. എത്ര കമ്പോണന്റുകൾ ഉണ്ടായിക്കോട്ടെ, അതായത് ഇപ്പോ 3, 4, 5 എത്ര കമ്പോണന്റുകൾ ഉണ്ടായിക്കോട്ടെ, അവരുടെ ഒക്കെ സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് 1 ആയിരിക്കണം. ദാറ്റ് ഈസ് യൂണിറ്റി. Sum of all mole fractions of different components in a solution is always equal to 1. അതായത് I terms ഉണ്ടെങ്കിൽ കൈ 1 പ്ലസ് കൈ 2 പ്ലസ് കൈ 3 എക്സെട്ര അപ് ടു കൈ I, that is equal to 1. ഇതാണ് ഇതിലൂടെ മനസ്സിലാവുന്നത്. എത്ര ടേംസ് ഉണ്ടോ അതിന്റെ ഒക്കെ മോൾ ഫ്രാക്ഷൻസിന്റെ സമ്മ് 1 ആയിരിക്കും. എന്തായിരുന്നാലും മറക്കാൻ പാടില്ല, ഈ ഒരു കാര്യം ഒരിക്കലും മറക്കാൻ പാടില്ല കേട്ടോ. കാരണം നമുക്ക് ഇനി അങ്ങോട്ട് വളരെ അത്യാവശ്യമുള്ള കാര്യങ്ങളാണ് ഞാൻ ഇപ്പൊ പറഞ്ഞു പോകുന്നത്. പ്രോബ്ലം ചെയ്യാനായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ മോൾ ഫ്രാക്ഷൻസിന്റെ ഭാഗത്തുനിന്ന് വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും ഇതൊന്നും സ്കിപ്പ് ചെയ്ത് പോകരുത്. ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ള ഈ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടാവുകയും വേണം. സോ നെക്സ്റ്റ് ഈസ് ദി മൊളാരിറ്റി. മൊളാരിറ്റി കേട്ടിട്ടുണ്ടോ? ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ ക്യാപിറ്റൽ M. എന്താണ് മൊളാരിറ്റി? നമുക്ക് ആദ്യം അത് നോക്കാം കേട്ടോ. മൊളാരിറ്റി ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 ലിറ്റർ ഓഫ് ദി സൊല്യൂഷൻ. 1 ലിറ്റർ സൊല്യൂഷനില് എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ട് അതിനെ കുറിച്ച് പറഞ്ഞു തരുന്നതാണ് മൊളാരിറ്റി. The term molarity is very important. Definition ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്. The number of moles of the solute dissolved in 1 liter or 1 decimeter cube of the solution. ഇനി എങ്ങനെയാണ് ഇത് കണ്ടുപിടിക്കുന്നത്? Molarity M is equal to number of moles of the solute divided by volume of solution in liters. അപ്പൊ ഇവിടെയും നമ്മൾ കണ്ടുപിടിക്കുന്നത് എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ദി സൊല്യൂട്ട് ആണ്. അപ്പൊ സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കണം. എങ്ങനെയാ ഒരു സൊല്യൂട്ടിന്റെ അല്ലെങ്കിൽ ഏതൊരു സബ്സ്റ്റൻസിന്റെ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിക്കുക? നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു വെയിറ്റ് ബൈ ഫോർമുല വെയിറ്റ്, അല്ലെങ്കിൽ മാസ് ബൈ ഗ്രാം മോളിക്കുലാർ മാസ്. പഠിച്ചിട്ടുണ്ടാ? അപ്പൊ നമുക്ക് ഇവിടെ M is equal to NB. NB എന്തുകൊണ്ട് എഴുതിയത്? എന്തുകൊണ്ടാ B എന്ന് കൊടുത്തത്? സൊല്യൂട്ടിന്റെ ആണ് നമ്മൾ പറയുന്നത് അല്ലെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ കമ്പോണന്റുകൾ 2 കമ്പോണന്റുകൾ എടുത്താൽ അതിലെ B എന്ന് പറയുന്നത് സൊല്യൂട്ടിനെയും A എന്ന് പറയുന്നത് സോൾവെന്റിനെയാണ് റെപ്രസെന്റ് ചെയ്യുക.
അപ്പോ NB ഡിവൈഡഡ് ബൈ V ലിറ്റേഴ്സിലായതുകൊണ്ട് നമ്മൾ ഇതിനെ ഇൻടു 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി വാട്ട് ഈസ് NB? NB എന്ന് പറയുന്നത് ഇറ്റ് ഈസ് വെയിറ്റ് ബൈ ഫോർമുല വെയിറ്റ് ഓർ മാസ് ബൈ മോളിക്കുലാർ മാസ്. അപ്പൊ നമ്മള് മാസ് ബൈ മോളിക്കുലാർ മാസ് എന്ന് എഴുതുന്നു WB ബൈ MB. എന്തുകൊണ്ടാ B അവിടെ സഫിക്സ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്? സൊല്യൂട്ട് ആയതുകൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് B എന്നാണ് അല്ലെ. അത് സോൾവെന്റ് ആണെങ്കിൽ A കൊണ്ടാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുക കേട്ടോ. അപ്പൊ WB ബൈ MB ഇൻറ്റു V ഇത് ലിറ്റേഴ്സിൽ പറയുന്നത് കൊണ്ട് മൾട്ടിപ്ലൈ വിത്ത് 1000. ഈ ഒരു എക്സ്പ്രഷൻ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് പ്രോബ്ലം ചെയ്യാനായിട്ട് എപ്പോഴും മൊളാരിറ്റീനെ ബേസ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഓർത്തു വെക്കണം. ഓക്കെ, സോ ദ ലാസ്റ്റ് വൺ ഈസ് മൊളാലിറ്റി. ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ സ്മോൾ ലെറ്റർ M. മൊളാരിറ്റി ഉണ്ട്, മൊളാലിറ്റി ഉണ്ട്, രണ്ടും ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് ആ പേരിൽ തന്നെ ഒരു ശ്രദ്ധ വേണം കേട്ടോ. മൊളാലിറ്റി ഇറ്റ് ഈസ് റെപ്രസെന്റഡ് ബൈ സ്മോൾ ലെറ്റർ M. എന്താണ് മൊളാലിറ്റി? ഇറ്റ് ഈസ് ദി നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് dissolved in 1 kilogram of the solvent. 1000 ഗ്രാം സോൾവെന്റ് എടുത്താൽ അല്ലെങ്കിൽ 1 കിലോഗ്രാം സോൾവെന്റ് എടുത്താൽ അതിൽ എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ് ചെയ്തിട്ടുണ്ട് അത് പറയുന്നതാണ് എന്ത്? മൊളാലിറ്റി. അപ്പോ നമ്മൾ ഇതുവരെ പഠിച്ച എക്സ്പ്രഷൻസിലൊക്കെ നമ്മൾ ടോട്ടൽ വോളിയം ഓഫ് ദ സൊല്യൂഷൻ എന്നാണ് പറഞ്ഞിരുന്നത് അല്ലെ. എന്നാൽ ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടാണ് മൊളാലിറ്റി ഉള്ളത്. നമ്മൾ അത് സോൾവെന്റിനെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് ഓർക്കുക. ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട് ഡിസോൾവ്ഡ് ഇൻ 1 കിലോഗ്രാം ഓഫ് ദി സോൾവെന്റ്. ഒരിക്കലും മറക്കരുത് കേട്ടോ, തെറ്റാൻ പാടില്ല. So molality M is equal to number of moles of the solute divided by mass of solvent in kilogram. Solvent in the mass മാത്രമാണ് ഇവിടെ പറയുന്നത്. Therefore M is equal to NB divided by WA into 1000. അപ്പൊ NB എന്ന് പറയുന്നത് എന്താ? സൊല്യൂട്ടിന്റെ നമ്പർ ഓഫ് മോൾസ്. WA എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി മാസ് ഓഫ് ദി സോൾവെന്റ്. സോൾവെന്റിന്റെ മാസിനെ നമ്മൾ WA കൊണ്ടാണ് റെപ്രസെന്റ് ചെയ്യുക. എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. ഇനി M is equal to WB by MB into WA into 1000. ഇതാണ് മൊളാലിറ്റി കണ്ടുപിടിക്കുന്നതിനുള്ള എക്സ്പ്രഷൻ. അങ്ങനെ മൊളാലിറ്റിയോട് കൂടി ദ 7 മെത്തേഡ്സ് ഫോർ എക്സ്പ്രസിംഗ് ദ കോൺസെൻട്രേഷൻ ഓഫ് ബൈനറി സൊല്യൂഷൻ സമാപിച്ചിരിക്കുകയാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഡിഫറെന്റ് മെത്തേഡ്സ് ഫോർ എക്സ്പ്രസിംഗ് ദി കോൺസെൻട്രേഷൻ ഓഫ് ബൈനറി സൊല്യൂഷൻസ് പഠിച്ചു അല്ലെ. ഇതില് ഏതൊക്കെയാണ് ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ളത്, ഏതൊക്കെയാണ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളതെന്നും കൂടി മനസ്സിലാക്കണം. നമ്മൾ എക്സാമിന് ചോദിക്കാറുണ്ട് ഈ പറഞ്ഞിട്ടുള്ള മെത്തേഡില് ഏതൊക്കെയാണ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത്. അപ്പൊ നമുക്ക് വളരെ ക്ലിയർ കട്ട് ആയിട്ട് അതും കൂടി ഒന്ന് നോക്കി പോകാം. ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആയിട്ടുള്ള മെത്തേഡ്സ് ഏതൊക്കെയാ നമ്മൾ ഇന്ന് പഠിച്ചതില്? ഒന്ന് വോളിയം പെർസെന്റേജ്, മറ്റൊന്ന് മാസ് ബൈ വോളിയം പെർസെന്റേജ് ദാറ്റ് ഈസ് M by V, മൊളാരിറ്റി ക്യാപിറ്റൽ ലെറ്റർ M, പാർട്സ് പെർ മില്യൺ അത് വോളിയം ബൈ വോളിയത്തിൽ പറയാം, മാസ് ബൈ വോളിയത്തിൽ പറയാം. അപ്പൊ ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് എന്താ? വോളിയം ആയിട്ട് റിലേറ്റ് ചെയ്യുന്ന എല്ലാ മെത്തേഡ്സും ടെമ്പറേച്ചർ ഡിപ്പെൻഡന്റ് ആണ്. ടെമ്പറേച്ചറിനെ ആശ്രയിച്ചാണ്. അതായത് വോളിയത്തിന് മാറ്റങ്ങൾ വരാം ടെമ്പറേച്ചറിൽ ചേഞ്ചസ് വന്നു കഴിഞ്ഞാൽ. അപ്പോഴൊക്കെ അവരുടെ കോൺസെൻട്രേഷൻസിലും വ്യത്യാസങ്ങൾ വരും. ഇനി ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത് ഏതൊക്കെ മെത്തേഡ്സാ? മാസ് പെർസെന്റ്. അപ്പൊ അവിടെ M by M കണ്ടോ, ഇവിടെ മാസ് മാത്രമാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പൊ മാസിന് നമുക്ക് ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കുന്നില്ല. അതുപോലെ തന്നെ മോൾ ഫ്രാക്ഷൻ ആയിരുന്നാലും അവിടെ നമ്പർ ഓഫ് മോൾസിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുമ്പോൾ അത് മാസ് ബൈ മോളിക്കുലാർ മാസ് ആണ്. അപ്പൊ ഫുൾ മാസ് ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് അല്ലെ. അതുപോലെ തന്നെ മൊളാലിറ്റി എന്ന് പറയുന്നത് നമ്പർ ഓഫ് മോൾസ് ഓഫ് ദ സൊല്യൂട്ട് ബൈ മാസ് ഇൻ കിലോഗ്രാം ആണ് അല്ലെ, സോൾവെന്റിന്റെ. അപ്പൊ അവിടെയും മാസ് ആണ്. അതുപോലെ പാർട്സ് പെർ മില്യൺ. അപ്പൊ മൊളാലിറ്റിയും മൊളാലിറ്റിനെയും കമ്പയർ ചെയ്യുമ്പോൾ ഏതാണ് ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യു ഹാവ് ടു സെലക്ട് ദി മൊളാലിറ്റി. ഓക്കെ, അതാണ് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത് കേട്ടോ. ടെമ്പറേച്ചർ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ളത് ഏതാണ് ഔട്ട് ഓഫ് ദീസ് മൊളാരിറ്റി ആൻഡ് മൊളാലിറ്റി? സോ യു ഹാവ് ടു സെലക്ട്
മൊളാലിറ്റി. ഓക്കെ, അങ്ങനെ ഇത് പറഞ്ഞ് ഞാൻ ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. ഇന്നെടുത്ത ഭാഗം എന്ന് പറയുന്നത് ഈ ഒരു ചാപ്റ്ററിലേക്ക് വെച്ചിട്ട് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. സൊല്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ തന്നെ പ്രോബ്ലം ഓറിയന്റഡ് ആണ്. അതുകൊണ്ട് ഇനി അങ്ങോട്ടുള്ള വരും ദിവസങ്ങളിൽ നമുക്ക് പ്രോബ്ലംസ് കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടതായിട്ട് വരും. അതിനെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ചു ഭാഗങ്ങളാണ് ഞാൻ ഇന്ന് എടുത്തിട്ടുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾ 2-3 പ്രാവശ്യമെങ്കിലും കാണുക, കണ്ട് ആ കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലാക്കി എടുക്കുക. എല്ലാതും ഞാൻ വളരെ ക്ലിയർ ആയിട്ടാണ് പറഞ്ഞു തന്നിട്ടുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. അത് നിങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ എനിക്ക് അത്രയും സന്തോഷം. അപ്പോ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പൊ ഇനി അടുത്ത വീഡിയോസ് കാണുന്നത് വരെ ഒരിക്കൽ കൂടി താങ്ക് യു ഫോർ വാച്ചിങ്.